ഹലോ എവരി വൺ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ തമിഴ്നാട് പോയിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ ആ സമയത്ത് കുറച്ച് വീഡിയോസൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ആഡ് ചെയ്തിട്ട് ഒരു വീഡിയോ ഒക്കെ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. ഇതിൽ ഏകദേശം എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. പിന്നെ കണക്ഷനൊന്നും ഉണ്ടാവില്ല, കുറേ ക്ലിപ്സ് ചെറുതായിട്ട് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ, അതൊക്കെ ആഡ് ചെയ്തതാണ്. അപ്പോൾ എന്തിനാണ് തമിഴ്നാട്ടിൽ പോയെന്നൊരു കമൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കൊരു എക്സാം ഉണ്ടായിരുന്നു തമിഴ്നാട്ടിൽ, ഞാൻ BEd ചെയ്യുന്നുണ്ട്. അപ്പോൾ എക്സാമിന് അവിടേക്ക് പോകണം. അങ്ങനെയാണ് തമിഴ്നാട്ടിലേക്ക് പോയത്. ഒരു 1 വീക്ക് അവിടെ ഉണ്ടായിരുന്നു. എൻ്റെ ഒന്നിച്ച് പഠിച്ച എൻ്റെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അവരൊന്നിച്ചാണ് പോയത്. അപ്പോൾ കണ്ടിന്യൂസ് എക്സാം ആയിരുന്നു ഉണ്ടായിരുന്നത്. നമ്മൾ പോയ ടൈമിൽ അവരുടെ മുഹൂർത്തം സീസൺ ആയിരുന്നു, അതായത് അവരുടെ കല്യാണത്തിൻ്റെ ആ ഒരു സീസൺ ആയിരുന്നു. അപ്പോൾ അങ്ങനെ കുറേ കല്യാണങ്ങളൊക്കെ ഇങ്ങനെ കാണാൻ പറ്റിയിട്ടുണ്ട്. നമ്മൾ എക്സാമിന് പോകുന്ന സമയത്തായാലും അല്ലെങ്കിൽ ഫുഡ് കഴിക്കാൻ പോകുമ്പോഴായാലും അടുത്തൊരു ഓഡിറ്റോറിയം ഉണ്ട്. അപ്പോൾ അവിടെ കല്യാണമൊക്കെ ഇങ്ങനെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ നമുക്ക് മെയിനായിട്ട് ബുദ്ധിമുട്ടായിട്ട് തോന്നിയത് അവിടുത്തെ ലാംഗ്വേജാണ്. സത്യം പറഞ്ഞാൽ ഒന്നും തിരിച്ച് പറയാൻ പറ്റുന്നുണ്ടായിട്ട. അവർ പറയുന്നത് ഏകദേശമൊക്കെ മനസ്സിലാകുന്നുണ്ടായിരുന്നു, പക്ഷെ അങ്ങോട്ട് തിരിച്ച് പറയാനൊന്നും കഴിയുന്നുണ്ടായിട്ട. അതുകൊണ്ട് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു ലാംഗ്വേജ്. പിന്നെ മെയിനായിട്ട് എടുത്ത് പറയേണ്ടത് അവിടെയുള്ള ആൾക്കാർക്കൊക്കെ ഭയങ്കര സ്നേഹമാണ്. നമ്മൾ കേരളത്തിലുള്ളവരാണെന്ന് അറിയുമ്പോൾ ഭയങ്കര ഒരു കെയറിങ് ഒക്കെയാണ് അവർക്ക്. ഫുഡ് കുറച്ച് സീനായിരുന്നു, അതൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അപ്പോഴാണ് നമുക്ക് വേറെ നാട്ടിൽ പോയിട്ട് താമസിക്കുന്നവർ, ജോലി ചെയ്യുന്നവരൊക്കെ ഓർമ്മ വരുന്നത്. അവരെപ്പോഴും അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുകയല്ലേ ചെയ്യുന്നത്. പിന്നെ എഡ്യൂക്കേഷന് നല്ല ഇമ്പോർട്ടൻസ് ഉണ്ടെന്നാണ് തോന്നുന്നത്. കാരണം കോളേജൊക്കെ ഭയങ്കര ഫെസിലിറ്റി ഉള്ള കോളേജസാണ്, കുറേ കോളേജസ് ഉണ്ട്. പക്ഷേ അവിടെ കുട്ടികൾ കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. സെക്കൻഡ് സെം ആയിരുന്നു, തേർഡ് സെമ്മിൽ എക്സാം ഇല്ല, ഇനി ഫോർത്ത് സെമ്മിലാണ് എക്സാം ഉള്ളത്. അപ്പോൾ എക്സാമൊക്കെ ഒരുവിധം എഴുതിയിട്ട് വന്നിട്ടുണ്ട്, ഉണ്ടാവുമെന്നറിയില്ല. പാസ്സായാൽ മതിയെന്നേ ഉള്ളൂ. പിന്നെ നമ്മൾ എക്സാം കഴിഞ്ഞതിൻ്റെ പിറ്റേഴ്സാണ് വീട്ടിലേക്ക് തിരിച്ചു പോകുന്നത്. അപ്പോൾ ആ ഒരു ദിവസം ഫുള്ള് കറങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ കറങ്ങാനുള്ള സ്ഥലങ്ങളൊന്നുമില്ല, കുറച്ച് ഷോപ്പിലേക്ക് പോയി, അങ്ങനെ മാത്രമാണ്. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.